ഹായ് മക്കളെ, മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ സംശയം ചോദിക്കുന്ന ഒരു എൻട്രൻസ് പരീക്ഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CMC വെല്ലൂരിന്റെ എൻട്രൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ CMC വെല്ലൂരിന് എൻട്രൻസ് പരീക്ഷ ഉണ്ടോ? CMC വെല്ലൂരിൻ്റെത് നീറ്റ് സ്കോർ വഴിയാണോ? CMC വെല്ലൂരിലേക്ക് എല്ലാ കുട്ടികൾക്കും പ്രവേശനം കിട്ടുമോ? ഒരുപാട് സീറ്റുകൾ ഉണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മുടെ CMC വെല്ലൂരായിട്ട് ബന്ധപ്പെട്ട ഈ വർഷത്തെ മാർച്ച് 30 അവസാന തീയതി ഈ വർഷത്തെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ MBBS അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുന്നില്ല. ചെറിയൊരു വീഡിയോ ഉണ്ട്, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പ്രധാനമായും നമ്മുടെ CMC വെല്ലൂർ എന്ന് പറയുന്ന സമയത്ത് എയിംസിനോടൊക്കെ കിടപിടിക്കുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള കേരളത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടോപ്പ് മെഡിക്കൽ കോളേജാണ്. അപ്പൊ അവിടുത്തെ വെല്ലൂരിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു അംഗീകാരമാണ്. അപ്പൊ എവിടെയാ പഠിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് CMC വെല്ലൂരാണ്, പിന്നൊന്നും പറയണ്ട. അത് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ വളരെ കുറഞ്ഞ കോഴ്സ് ഫീ, അതായത് 55,000 രൂപയോളം വളരെ കുറഞ്ഞ കോഴ്സ് ഫീ ഉള്ള ചുരുക്കം ചില MBBS ഓഫർ ചെയ്യുന്ന മെഡിക്കൽ കോളേജിൽ ഒന്നാണ് CMC വെല്ലൂർ. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഫീസ്, വളരെയധികം ഒരു നല്ലൊരു പേരുണ്ടല്ലോ CMC വെല്ലൂർ എന്നുള്ള പേര്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സീറ്റ്, അല്ലെങ്കിൽ അത്രയും എനിക്ക് കിട്ടണം, MBBS എനിക്ക് കിട്ടണമെന്ന ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സീറ്റ് CMC വെല്ലൂരിലെ ഒരു MBBS സീറ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഒന്നാമതായിട്ട് ഇതൊരു പ്രൈവറ്റ് കാറ്റഗറിയിൽപ്പെട്ട, സ്വകാര്യ മേഖലയിൽപ്പെട്ട ഒരു മെഡിക്കൽ കോളേജാണെന്ന് മനസ്സിലാക്കുക. സാധാരണഗതിയിൽ തമിഴ്നാടും കർണാടകവും സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ 13 ലക്ഷം 15 ലക്ഷം അതിന്റെ മുകളിലൊക്കെയാണ് ഫീസ് വരുന്നത്. പക്ഷെ ഇതിൽ ചെറിയൊരു ഫീസ്, 55,000 രൂപ മാത്രം ഫീസുള്ളൂ. അത് തന്നെയാണ് ഇതിന്റെ മേജർ അട്രാക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നില്ല. പിന്നെ നമുക്ക് സാധാരണഗതിയിൽ CMC വെല്ലൂരിലേക്ക് മറ്റ് സംസ്ഥാനം, ഇപ്പൊ കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി, കേരളത്തിൽ കോഴിക്കോട് അല്ലെങ്കിൽ എറണാകുളം, ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ കൊല്ലത്തല്ല, കണ്ണൂർ, എവിടെയാലും പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലേക്കും ഓൾ ഇന്ത്യ ക്വാട്ട വഴി 15% സീറ്റ് ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഇപ്പൊ ആന്ധ്രാപ്രദേശിലുള്ള ഒരു കോളേജിൽ പഠിക്കണമെന്നുണ്ട്, അവിടുത്തെ ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ആ ഓൾ ഇന്ത്യ ക്വാട്ട നമുക്ക് എന്ത് ചെയ്യാം? ഓൾ ഇന്ത്യ ക്വാട്ട വഴി നമുക്ക് സീറ്റുകൾ നമുക്ക് ക്ലെയിം ചെയ്യാം. ആ ഓൾ ഇന്ത്യ ക്വാട്ടയിൽ സാധാരണ ക്ലെയിം ചെയ്യുന്ന സീറ്റുകൾക്ക് പുറമേ ആയിട്ട് ഇവിടെ CMC വെല്ലൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ CMC വെല്ലൂരിൽ മറ്റ് സംസ്ഥാനത്തുള്ള കോളേജുകളിലേക്ക് നമുക്ക് ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ അതിലേക്ക് തന്നെ തിരിച്ചു വരാം. ആന്ധ്രാപ്രദേശിലേക്കുള്ള ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ക്വാട്ടയിൽ 15% വഴി നിങ്ങൾക്ക് അവിടുത്തെ ഒരു ഗവൺമെന്റ് സീറ്റ് ക്ലെയിം ചെയ്യാം. അതിന് ഒറ്റൊരു പരീക്ഷ എഴുതിയാൽ മതി. ആ പരീക്ഷന്റെ പേരെന്താ? നീറ്റ് എന്നാണ്. ഒറ്റൊരു അലോട്ട്മെന്റിന് പങ്കെടുത്താൽ മതി. അതിന്റെ പേരെന്താ? MCC അലോട്ട്മെന്റ് അല്ലെ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീറ്റ് പരീക്ഷ എഴുതുന്നു, MCC അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നു. ഈ നീറ്റ് പരീക്ഷ എഴുതി MCC അലോട്ട്മെന്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തെയും 15% സീറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ CMC വെല്ലൂരിന്റെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത് ചെറിയൊരു നിരാശ നിങ്ങൾക്ക് വരാൻ, ഒരു ഘട്ടം എത്തുമ്പോൾ ചെറിയൊരു നിരാശ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ആ നിരാശയുടെ ഘട്ടം എന്ന് പറയുന്നത് സീറ്റ്സിന്റെ എണ്ണം അറിയുമ്പോഴാണ്. പക്ഷെ നിങ്ങളൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾക്ക് റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളുണ്ട്. പക്ഷെ നിങ്ങളൊരു ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിലാണെങ്കിൽ, ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. ഇതാണ് ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യം. ആ നിരാശ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് അതിനനുസരിച്ചായിരിക്കും. നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കാര്യത്തിലേക്ക് പോവാം. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിച്ചതിന് ശേഷം നിരാശപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ടോട്ടൽ 100 സീറ്റുകളാണ് ഉള്ളത്. CMCയിൽ 100 സീറ്റ്സിലെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 100 സീറ്റില് 50 സീറ്റ് ആർക്ക് പോയി? തമിഴ്നാട് സ്റ്റുഡൻസിന് പോയി. കേൾക്കുന്നുണ്ടോ? 100 സീറ്റിൽ 50 സീറ്റ് തമിഴ്നാട് സ്റ്റുഡൻസിന് പോയി. ഞാൻ തമിഴ്നാടിന്റെ മാപ്പൊക്കെ വെച്ചിട്ട് ഇവിടെ പറഞ്ഞു, 100 സീറ്റില് 50 സീറ്റ് തമിഴ്നാടിന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പോയി. ഓക്കെ, ഇപ്പൊ കറക്റ്റായി കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, 50 സീറ്റ് തമിഴ്നാട് സ്റ്റുഡൻസിന് വേണ്ടി പോയി. ബാക്കി എത്ര സീറ്റ്? 50 സീറ്റ്. അപ്പൊ 50 സീറ്റ് ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ എന്നാണ് കേരളത്തിലൊരു കുട്ടി ചിന്തിക്കുന്നെങ്കിൽ അവിടെയും ഒരു പണി വരാനുണ്ട്. ഈ 50 സീറ്റിൽ 38 സീറ്റ് നോക്കണേ. 100-50 പോയി. ബാക്കിയുള്ള 50 സീറ്റിൽ 38 സീറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റി കാൻഡിഡേറ്റ്സിനായിട്ട് റിസർവ് ചെയ്തിരിക്കുക. ഇപ്പൊ പലതരത്തിലുള്ള 60-ലധികം, എനിക്കൊന്ന് മോർ ദാൻ 60 കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ലാറ്റിൻ കത്തോലിക്, റോമൻ കത്തോലിക്, അങ്ങനെ പല കാറ്റഗറി ഉണ്ടല്ലോ. അപ്പൊ അതിൽ അവർക്ക് വേണ്ടിയിട്ട് 1-2 സീറ്റുകളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ആ 60-ലധികം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 38 സീറ്റ് ബാക്കി കൊടുത്തു. അപ്പോ 50 സീറ്റ് തമിഴ്നാട്ടുകാർക്ക് പോയി. ബാക്കി 50 സീറ്റിൽ 38 സീറ്റ് എന്ത് ചെയ്തു? നമ്മുടെ ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് കൂടി പോയി. പക്ഷെ ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് അത്ര എളുപ്പമല്ല.
അവർക്ക് ചർച്ച് എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് വേണം, ഇത്തരത്തിലുള്ള പല സർട്ടിഫിക്കറ്റ് അവരുടെ കാറ്റഗറിയായിട്ട് ബന്ധപ്പെട്ട ചർച്ച് അതിനൊക്കെയുള്ള ഫോംസ് ഒക്കെ അവൈലബിൾ ആണ്, വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചർച്ച് എന്നുള്ള സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കൃത്യമായിട്ടുള്ള അവരുടെ എലിജിബിലിറ്റി പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ സീറ്റുകൾ ക്ലെയിം ചെയ്യാൻ പറ്റൂ. അപ്പോൾ സാധാരണ ഒരു ഓപ്പൺ കാറ്റഗറിയിൽ പെടുന്ന അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് ഈ സീറ്റുകൾ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി എത്ര സീറ്റ് ബാക്കിയുണ്ട്? 12 സീറ്റ് ബാക്കിയുണ്ട്. 10 സീറ്റ്, ഈ 12-ൽ 10 സീറ്റ് CMC-യിലുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുക. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇതിനാണോ ഞാൻ ഈ വീഡിയോ കണ്ടതെന്ന് ചോദിക്കും. അപ്പൊ സീറ്റ് ഉണ്ട് എന്ന് പറയുന്നു, പക്ഷെ പറഞ്ഞു വരുന്ന സമയത്ത് സീറ്റ്സ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ കാര്യങ്ങൾ കൃത്യമായിട്ട്, ഇതാണ് അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 10 സീറ്റ്. അപ്പൊ നമുക്ക് 50-ൽ 38 പോയി 12 സീറ്റ് ഉണ്ട്. 10 സീറ്റ് CMC-യിലെ സ്റ്റാഫിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 10 സീറ്റ് CMC-യിലെ സ്റ്റാഫിനും പോയി കഴിഞ്ഞാൽ ബാക്കി 2 സീറ്റാണ് ഓപ്പൺ കാറ്റഗറിയിൽ. നിങ്ങൾക്ക് യാതൊരു റിസർവേഷനും ഇല്ല, ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന യാതൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആനുകൂല്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടുക എത്ര സീറ്റാണ്? 2 സീറ്റാണ്. ഇതാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. CMC എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് അല്ലെങ്കിൽ അവർക്ക് ന്യൂനപക്ഷ റിസർവേഷനുള്ള കോളേജാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ സീറ്റുകളും ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗങ്ങൾക്കും മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഫാക്ട്. ഓപ്പൺ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് ആകെ അവൈലബിൾ ആകുന്ന സീറ്റ് 2 സീറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു എയിംസ് ലെവലുള്ള റാങ്കിങ് ആക്കി ഇതിന് വേണ്ടി വരുന്നത്. ഓപ്പൺ കാറ്റഗറിയിലുള്ള ആകെയുള്ള സീറ്റ് 2 സീറ്റാണ്. കാര്യം മനസ്സിലായല്ലോ? ഓക്കെ. ഇനിയിപ്പോൾ വീഡിയോ തുടർന്ന് കാണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. കാരണം 2 സീറ്റാണെങ്കിലും നിങ്ങൾക്കൊരു സീറ്റ് മാത്രമല്ല വേണ്ടുള്ളൂ. 2 സീറ്റ് ഉണ്ടല്ലോ എന്ന് സമാധാനിക്കുക. നിങ്ങൾക്ക് ഒരു സീറ്റാണ് വേണ്ടത്, അല്ലേ? ഇപ്പൊ സാധാരണ പറയാറുണ്ട്, മുമ്പേ ഒരു മാർക്കറ്റിംഗ് സ്റ്റോറി പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ ചെരുപ്പ് കമ്പനിയിൽ 2 പേരെ അയക്കുകയാണ് ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ അയച്ചിട്ട് ആദ്യത്തെ ആള് വന്ന് റിപ്പോർട്ട് കൊടുത്തു, സാറേ അവിടെ നടക്കില്ല, അവിടെ ഒരാളും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു, സാറേ അവിടെ കാര്യങ്ങൾ നടക്കും, കാരണം അവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അപ്പൊ നമ്മൾക്ക് വ്യാപകമായിട്ട് ചെരുപ്പ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞതുപോലെ അതിലെ പോസിബിലിറ്റി കണ്ടെത്തുക. 2 സീറ്റാണെങ്കിലും എൻ്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടത് ഒറ്റ സീറ്റാണ്. ശക്തമായിട്ട് പഠിച്ച് നന്നായി പ്രിപ്പയർ ചെയ്ത് നേടിയെടുക്കുക. കാരണം കിട്ടുന്നത് CMC വെല്ലൂരിലെ സീറ്റാണ്. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട സ്വകാര്യ കോളേജ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സീറ്റുകൾ ഭൂരിഭാഗവും ക്രിസ്ത്യൻ വിഭാഗക്കാർക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിഭാഗത്തിലെ ആൾക്കാർ തന്നെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പൊ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ ഇതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് കൃത്യമായി തരുന്ന സർട്ടിഫിക്കറ്റ്, ചർച്ച് എന്നുള്ള സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കി നിങ്ങളുടെ എലിജിബിലിറ്റി പ്രൂവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ശരി. ഇനിയിപ്പോ 2 വർഷത്തെ ഒരു ബോണ്ട് കൂടെ അതിലുണ്ടെന്ന കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് CMC വെല്ലൂരിൽ പഠിച്ച MBBS കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് MDക്ക് പോകാനോ മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാനോ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. അവിടുത്തെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് 2 വർഷത്തെ ബോണ്ട് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അവിടെ തന്നെ 2 വർഷം അവർ പറയുന്ന സ്ഥലത്ത് ഒരു സർവീസ് നിങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾ ഒന്നും കൂടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നഴ്സിംഗും അതേപോലെ ചില പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടി അവൈലബിൾ ആണ്. പക്ഷെ അതിനും കാറ്റഗറൈസേഷൻ ഉണ്ട്, പല വിഭാഗക്കാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇതിന്റെ കൂടെ നഴ്സിംഗിനും പാരാമെഡിക്കലിനും സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് നടത്തുന്നുണ്ട്. മക്കളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീറ്റ് പരീക്ഷയെ ബേസ് ചെയ്തിട്ടാണ് MBBS അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? CMC വെല്ലൂരിൽ MBBS അഡ്മിഷന് പ്രത്യേക പ്രവേശന പരീക്ഷയില്ല. ഒന്നും കൂടെ പറയട്ടെ, CMC വെല്ലൂരിൽ MBBS അഡ്മിഷന് പ്രത്യേക പ്രവേശന പരീക്ഷ ഇല്ല. പിന്നെ എങ്ങനെയാ അത് കിട്ടുന്നത്? അത് നീറ്റ് സ്കോർ വഴിയാണ്. പക്ഷെ ഒന്നും കൂടെ കേട്ടോ, CMC വെല്ലൂരിൽ നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പ്രവേശന പരീക്ഷ ഉണ്ട്. CMC വെല്ലൂരിൽ നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും പ്രവേശന പരീക്ഷയുണ്ട്. പക്ഷെ അതിന്റെ ടോട്ടൽ സീറ്റ്സ് ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് അതിന് എലിജിബിലിറ്റി ഉണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 30 പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ, നിങ്ങൾ ഈ ഒരു കാറ്റഗറി ഹിന്ദു മുസ്ലിം കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക, 2 സീറ്റുകളാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഏതൊരു പരീക്ഷ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന CMC വെല്ലൂരിൽ അപ്ലൈ ചെയ്താൽ മാത്രം ആ 2 സീറ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത് മാനേജ്മെന്റ് സീറ്റാണല്ലോ. അപ്പോൾ TNmedicalselection.net എന്നുള്ള വെബ്സൈറ്റിൽ മെയ് ലാസ്റ്റ് വീക്ക്, ജൂൺ ഫസ്റ്റ് വീക്കായിട്ട്, അത് കറക്റ്റ് പറയാൻ പറ്റില്ല, മെയ് ലാസ്റ്റ് വീക്കാണ്, അതപ്പോൾ റിസൾട്ട് വരുന്നതിനെ ആശ്രയിച്ചിരിക്കും. എന്നാൽ നിങ്ങൾ ഈ സമയം മുതൽ കൗണ്ട് ചെയ്യുക. മെയ് ലാസ്റ്റ് വീക്ക് മുതൽ ജൂൺ മാസം വരെയുള്ള സമയത്ത് TNmedicalselection.net എന്നുള്ള തമിഴ്നാടിന്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ വെബ്സൈറ്റിൽ വീണ്ടും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ 2 ആപ്ലിക്കേഷൻസ് കൊടുക്കണം.
ഒന്ന് ഈ CMC വെല്ലൂരിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണം, ഇപ്പോൾ കൊടുക്കാം, മാർച്ച് 30 മുമ്പായിട്ട് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റിൽ മെയ് ലാസ്റ്റ് വീക്ക് ജൂണിൽ ഒരു ആപ്ലിക്കേഷൻ കൂടി കൊടുക്കുക. ക്ലിയർ ആയല്ലോ ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇതാണ് അഡ്മിഷൻ പോർട്ടൽ, admissions.cmcvellur.ac.in. ഈ ഒരു വെബ്സൈറ്റ്, ഈ ഒരു പോർട്ടലാണ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. കൃത്യമായ ഡോക്യുമെന്റ്സും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ മെയ് ഫസ്റ്റ് വീക്ക് വരെ നമുക്ക് സമയമുണ്ട്. പക്ഷെ ഇപ്പോൾ മാർച്ച് 30 മുതൽ മാർച്ച് 30 അപേക്ഷ കൊടുക്കുക. ഒന്നും കൂടെ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ മക്കളെ നമ്മൾ പറഞ്ഞ പ്രകാരം CMC വെല്ലൂരിൽ എന്നുള്ളത് ഒരു ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കോളേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗക്കാർക്കാണ് കൂടുതലായിട്ടും, വിവിധ ക്രിസ്ത്യൻ വിഭാഗക്കാർക്കാണ് കൂടുതലായിട്ട് ഇവിടുത്തെ സീറ്റുകൾ വരുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 2 സീറ്റുകളാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാഫിന് വേറെ സീറ്റ് ഉണ്ട്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീണ്ടും ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഓൾ ഇന്ത്യ ക്വാട്ടയിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. എല്ലാ സംസ്ഥാനങ്ങളും, അതായത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് തമിഴ്നാട്ടിലേക്ക് നമ്മൾ വേറെ ആപ്ലിക്കേഷൻ കൊടുക്കണോ, കർണാടകയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണോ, ആന്ധ്രയിലേക്ക് കൊടുക്കണോ. എല്ലാ സംസ്ഥാനത്തെയും ഗവൺമെന്റ് സീറ്റുകളിലുള്ള 15% സീറ്റുകൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ക്വാട്ടയുണ്ട്. ആ ഓൾ ഇന്ത്യ ക്വാട്ട നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ഇന്ത്യ ക്വാട്ട അപ്ലൈ ചെയ്യേണ്ടത് നീറ്റ് പരീക്ഷ റിസൾട്ട് വന്ന് MCCന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഒന്നും കൂടെ ലാസ്റ്റ് CMC വെല്ലൂരിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒന്ന് മാർച്ച് 30 മുമ്പായിട്ട് ഈ അപേക്ഷ കൊടുക്കാം. രണ്ടാമത്തെ കാര്യം ഓർമ്മയുണ്ടാവുമെന്ന് പറഞ്ഞേ. രണ്ടാമത്തെ കാര്യം മെയ് ലാസ്റ്റ് വീക്ക് മുതൽ ജൂൺ മാസം വരെ ആ സമയത്ത് എവിടെയാണ് നേരത്തെ പറയുന്നത് തമിഴ്നാട് TN മെഡിക്കൽ സെലക്ഷൻ ആ ഒരു സൈറ്റിൽ പോയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. 2 ആപ്ലിക്കേഷൻ കൊടുക്കാം. 2 സീറ്റുകളാണ് ഓപ്പൺ കാറ്റഗറിക്കുള്ളത്. ബാക്കി സീറ്റുകളുടെ കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടോ കമന്റ് ബോക്സിലേക്ക് വരിക, എന്ന് റിപ്ലൈ ചെയ്യാം. താങ്ക് യു.